നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവീക ബന്ധവും ദൈവീക കൂട്ടായ്മയും ദൈവീക വിശ്വാസ ജീവിതവും അവസാനത്തോളം നിലവാരമുള്ള അവസ്ഥയിൽ പരിരക്ഷിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നില്ല എങ്കിൽ അതുവരെ നമ്മൾ ചെയ്യുന്ന വിശ്വാസാത്മീയ മേഖലയിലെ എല്ലാ പ്രവൃത്തികളും പ്രയോജനരഹിതമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. എന്തിനാണ് ഒരാൾ കർത്താവിന്റെ, യേശുവിന്റെ, ക്രിസ്തുവിന്റെ ദൈവജനം കൂടി വരുന്ന ഒരു സഭയിൽ കൂടി വരേണ്ടത്, അവിടേക്ക് പോകേണ്ടത്, അവിടെ ചെല്ലേണ്ടത് എന്നുള്ള ചോദ്യം ലോകത്തിൽ ഒത്തിരി നാളുകളായി മുഴങ്ങി കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ ചോദ്യത്തിന് വേദപുസ്തകത്തിൽ തന്നെ മറുപടി ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എവിടെയും പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് ഒരു ഉപയോഗവുമില്ല. ഇത് കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ താൻ തന്നെ പറഞ്ഞതും തന്റെ സുവിശേഷത്തിൽ എഴുതി രേഖയാക്കി നമുക്ക് നൽകിയിരിക്കുന്നതുമായ ഒരു വാക്യമാണ്. മർക്കോസ് 8-ാം അധ്യായം 36-ാം വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് ഒരു പ്രയോജനമില്ല. അപ്പൊ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുന്നത് ഈ കാണുന്ന ശരീരത്തിന് വേണ്ടി മാത്രമാണ്. ആത്മാവിന് വേണ്ടിയല്ല, ജീവന് വേണ്ടിയല്ല, പ്രാണന് വേണ്ടിയല്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകം മുഴുവനും നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയാലും അത് നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ആളത്വത്തിന് വേണ്ടി, നമ്മുടെ പ്രാണന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഈ ലോകവുമായുള്ള ബന്ധത്തിൽ എന്നുള്ള കാര്യം മറന്നു പോകാതെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തക വിശ്വാസത്തിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഒരാൾ ദൈവത്തിന്റെ സഭയിൽ, കർത്താവിന്റെ സഭയിൽ, ക്രിസ്തുവിന്റെ സഭയിൽ, വിശുദ്ധന്മാരുടെ സഭയിൽ ദൈവജനം കൂടി വരുന്ന ഒരു സഭാ സമ്മേളനത്തിലേക്ക് പോയി വിശുദ്ധ വേദപുസ്തക പ്രകാരം ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബാഹ്യമായി കാണുന്ന ഈ ശരീരത്തിന്റെ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ ഈ ശരീരത്തിനകത്ത് കാണുന്ന, നമുക്ക് കാണുവാൻ കഴിയാത്ത നമ്മുടെ ആളത്വത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തിത്വത്തിന് വേണ്ടി, നമ്മുടെ ആത്മദേഹികൾക്ക് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റി വേണ്ടിയാണ്, ആന്തരിക ആളത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവാലയ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് വാത്സല്യമുള്ള ദൈവമക്കളെ അനിവാര്യമാണ്. നമ്മള് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശു അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊല്ലുന്നതിൽ ഉപരിയായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്റെ 4-ാം വാക്യം: എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊല്ലുന്നതിലുപരിയായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടേണ്ട. നമ്മുടെ ഈ ശരീരത്തെ ആരെങ്ങനെ നശിപ്പിച്ചാലും അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഈ കഴിഞ്ഞു പോയ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വിഷുവായിരുന്നു. വിഷു ദിവസം നിങ്ങൾ നല്ലതുപോലെ വാർത്തയിൽ ആ സീനറി കണ്ടു കാണും. തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരു മദ്യഷാപ്പിന് പുറത്തു വെച്ച് രണ്ടുപേര് ജ്യേഷ്ഠനും അനിയനും കൂടി ഒരു 38 വയസ്സുള്ള ഒരു ആളെ നിലത്ത് കിടത്തി ഇടിച്ച് ചതച്ച് അവന്റെ ജീവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ പോകുന്നു. നിമിഷങ്ങൾക്കകം അവർ പോലീസ് പിടിയിലായി. പക്ഷേ ജീവൻ പോയവന്റെ ജീവൻ പോയി. പ്രിയ ദൈവമകളെ, ഞാനിത് പറയാൻ ഉണ്ടായതിന്റെ സാരം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ശരീരത്തെയാണ് ഈ രണ്ടുപേർ ഒരുമിച്ച് ഇഞ്ചിഞ്ചായി ചതച്ചത്. അങ്ങനെ ശരീരം ചതച്ച് ശരീരത്തിനുള്ളിലുള്ള ആത്മദേഹികൾക്ക് ആ ശരീരത്തിൽ നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിത്തീർന്നു. നമ്മുടെ ഈ ശരീരം ഉണ്ടെങ്കിലേ ഈ ശരീരത്തില് ആത്മദേഹികൾക്ക് അല്ലെങ്കിൽ വ്യക്തിത്വം, പ്രാണനും ആത്മാവിനും ഒക്കെ ജീവിക്കുവാൻ കഴിയൂ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഈ ശരീരത്തെ കൊല്ലുന്നവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത്. ശരീരത്തെക്കാൾ ഉപരി ശരീരത്തിലുള്ള ആളത്വത്തിന് ഒരു അന്ത്യ വിധി നൽകുന്ന വ്യക്തിയെ ഭയപ്പെടണം. ആ വ്യക്തിയുടെ പേര് കർത്താവായ യേശുവാണ്. ആ യേശുവിന്റെ വചനമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആയതിനാൽ നമ്മൾ കാര്യത്തിന്റെ ഒരു ആഴത്തിലേക്ക്, ഉള്ളറയിലേക്ക് പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് നല്ലതുപോലെ അറിവ് ബൈബിളിലുണ്ട്. മനുഷ്യനെ കുറിച്ച് നല്ലതുപോലെ അറിവ് ബൈബിളിലുണ്ട്. മൂന്നാമത് ഒരു വ്യക്തിയെ കുറിച്ച് നല്ല അറിവ് വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ പ്രതിരോധിക്കുന്ന, നമ്മളെ എതിർക്കുന്ന, നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താനെ കുറിച്ചും വേദപുസ്തകത്തിൽ ആധികാരികത പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 3 വ്യക്തികളും ശരിക്കും പറയുകയാണെങ്കിൽ 3 ആളത്വങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, ദൈവം എന്നുള്ള വിശ്വാസ ചിന്ത വേദപുസ്തക പ്രകാരം നമ്മൾ കാണുമ്പോൾ ദൈവം ത്രിയേകനാണ്, അല്ലെ? ദൈവം എങ്ങനെയുള്ള ആളാണ്? ത്രിയേകനാണ്. ഗോഡ് ഈസ് 3 in 1. 3 ആളത്വങ്ങളിൽ അധിഷ്ഠിതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ പറയുന്നത് ദൈവം ഏകൻ തന്നെ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു സ്നാനമേൽക്കുന്നതായി നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ വായിക്കുന്നു. മത്തായി സുവിശേഷത്തിലാണല്ലോ ആ സംഭവം നമ്മൾ കാണുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മത്തായി സുവിശേഷത്തില് നമ്മൾ കർത്താവായ യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? കർത്താവായ യേശു മത്തായി സുവിശേഷത്തില് ഏത് ഭാഗത്താണ് സ്നാനമേൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആ വേദഭാഗം നിങ്ങൾക്കൊന്ന് അറിയാൻ സാധിക്കുമോ? മത്തായി സുവിശേഷം 3-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യമാണ് യേശു സ്നാനമേൽക്കുന്ന രംഗം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. 17-ാം വാക്യം: ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനാൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടാകുകയാണ്. അപ്പൊ നമുക്കറിയാം, കർത്താവായ യേശു സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ തന്റെ മേൽ വരുന്നു, സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം ത്രിയേകനാണ് എന്ന് കാണുന്നു. ദൈവത്തിന് 3 ആളത്വം ഉള്ളതായി നമ്മൾ വായിക്കുന്നു. എന്താണ് ഈ 3 ആളത്വം എന്ന് പറയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് ദൈവിക ത്രിത്വമെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതേപോലെ തന്നെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനും ത്രിയേകനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. മനുഷ്യനും ത്രിയേകനാണ്. മനുഷ്യന് ത്രിത്വമുണ്ട്. 1 തെസ്സലോനിക്കർ എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. അവിടെ മനുഷ്യനും ത്രിയേകനാണ്. മനുഷ്യന്റെ ത്രിത്വം എന്ന് പറയുന്നത്
ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. പ്രിയ ദൈവമക്കളെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് ദൈവിക ത്രിത്വമാണ്. മനുഷ്യൻ ത്രിത്വമാണ്. മനുഷ്യന് ശരീരമുണ്ട്, മനുഷ്യന് പ്രാണനുണ്ട്, മനുഷ്യന് ആത്മാവുണ്ട്. ഇനി മൂന്നാമത് ഒരാളെ കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-ാം അധ്യായത്തിന്റെ അവസാനവും 19-ാം അധ്യായം 20-ാം അധ്യായങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെയും കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇനി 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനെ കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് ദൈവിക ത്രിത്വമാണ്. ശരീരം, ആത്മാവ്, പ്രാണൻ ഇത് മനുഷ്യന്റെ ത്രിത്വമാണ്. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ ഇതാണ് സാത്താന്യ ത്രിത്വം. പ്രിയ ദൈവമക്കളെ, ദൈവം ത്രിയേകനാണ്, മനുഷ്യൻ ത്രിയേകനാണ്, പിശാചും ത്രിയേകനാണ്. എന്നാൽ ദൈവത്തിന് രക്ഷ ആവശ്യമില്ല, പിശാചിന് രക്ഷ ആവശ്യമില്ല. രക്ഷ നമുക്ക് മാത്രമേ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പള്ളിയിൽ പോകുന്നത് അതിനു വേണ്ടിയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഞാൻ ഇത്രയും കാര്യങ്ങളിലേക്ക് വളഞ്ഞ് തിരിഞ്ഞു പോയത് എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയാനാണ്. രക്ഷ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. പ്രിയ ദൈവമകളെ, രക്ഷിക്കപ്പെടുവാൻ പള്ളിയിൽ പോകണം. ഒരു രക്ഷ എന്ന് പറയുന്ന വലിയ കാര്യം നമുക്ക് കൈവശപ്പെടുത്തുവാൻ, കൈക്കലാക്കുവാൻ, സ്വീകരിക്കുവാൻ, വാങ്ങുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിൽ പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ മറക്കരുത്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകാതിരുന്നാൽ എന്തെങ്കിലും ആരെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിട്ടല്ല. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഞാൻ പള്ളിയിൽ പോയില്ല എങ്കിൽ എന്നെ കുറിച്ച് പള്ളിക്കാർക്ക് ഒരു അംഗീകാരം ഉണ്ടാകാതെ വരുമല്ലോ, അതിനുവേണ്ടിയല്ല ഞാൻ പള്ളിയിൽ പോകുന്നത്. മൂന്നാമത്, എന്റെ ജീവിതത്തിൽ കാലാന്തരത്തിൽ എനിക്ക് എന്തെങ്കിലും മരണാനന്തര ആവശ്യങ്ങൾ വന്നാൽ പള്ളി സംബന്ധമായി ആ ആവശ്യങ്ങൾ നടക്കാതെ പോകരുത്. അതിനുവേണ്ടി അല്ല ഞാൻ പള്ളിയിൽ പോകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞേ പറ്റൂ. എനിക്ക് രക്ഷ ആവശ്യമാണ്. ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മള് 3 ഭാഗമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് പ്രാണനുണ്ട്, നമുക്ക് ശരീരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിരല് ഇങ്ങനെ കാണിച്ചത്. ഒരു ഭാഗത്ത് നമ്മുടെ ആത്മാവ് നിൽക്കുന്നു, ഹ്യൂമൻ സ്പിരിറ്റ്. അതിന്റെ മധ്യഭാഗത്ത് ഹ്യൂമൻ സോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രാണൻ, ജീവൻ എന്നൊക്കെ അതിന് പേര് പറയാം. ആ ജീവൻ നിൽക്കുന്നു. അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് മനുഷ്യന്റെ ശരീരം നിൽക്കുന്നു. ഇത് 3നും രക്ഷ ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ 3ന്റെയും രക്ഷ ഒരിക്കലായിട്ട് കിട്ടത്തില്ല, ഒരിക്കലായിട്ട് നടക്കത്തില്ല, ഒരിക്കലായിട്ട് സംഭവിക്കത്തില്ല. ഒരിക്കൽ പാപിയായ ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ എന്റെ പാപം മോചിക്കുവാൻ, എന്റെ പാപം മായ്ക്കുവാൻ, എന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷിച്ച് ഒരു നല്ല പൈതലായി, ഒരു ദൈവ പൈതലായി കൊള്ളാവുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ മതിയായവനാണെന്ന് ഈ വേദപുസ്തക പ്രകാരം വിശ്വസിക്കുമ്പോൾ ഒന്നാമത്തെ ആളത്വത്തിന്റെ ഭാഗമായ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നു. എന്നാൽ ആ സമയം നമ്മുടെ ജീവനാകുന്ന പ്രാണനും അതോടൊപ്പം ഇത് രണ്ടും കുടികൊള്ളുന്ന ഈ ശരീരവും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ യേശുവിനെ അംഗീകരിക്കുമ്പോൾ, വേദപുസ്തകം സ്വീകരിക്കുമ്പോൾ, അതുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുമ്പോൾ, ദൈവാലയവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നു. ഒരു പള്ളി ജീവിതം, ഒരു സഭ ജീവിതം, ഒരു ദൈവാലയ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ നടുക്കത്തെ
പ്രധാനപ്പെട്ട പേഴ്സണായ ഹ്യൂമൻ സോൾ, ഇതിനെ പ്രാണനെന്നോ ജീവനെന്നോ മനസ്സെന്നോ മനസാക്ഷിയെന്നോ ഹൃദയമെന്നോ വേദപുസ്തക പ്രകാരവും മെഡിക്കൽ പ്രകാരവും പേര് പറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, അവസാനം നമ്മുടെ കർത്താവായ യേശു നാം വിശ്വസിക്കുന്ന വേദപുസ്തക വിശ്വാസ പ്രകാരം നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുമല്ലോ. അവൻ മടങ്ങി വരുന്ന സമയത്ത് മാത്രമേ ഈ ശരീരം രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ ഈ 3 പേരും കൂടെ രക്ഷപ്പെട്ട്, ഒന്നാമത് ആത്മാവ് വിശ്വാസ സംബന്ധമായി രക്ഷപ്പെടുമ്പോൾ, രണ്ടാമത് പ്രാണൻ ദേഹി നമ്മുടെ ആളത്വം പള്ളിയുമായുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിത പരമ്പരയുടെ അവസാനത്തിൽ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, യേശു വരുമ്പോൾ മൂന്നാമത്തെ ഭാഗമായ ശരീരവും രക്ഷപ്പെട്ട് നമ്മൾ സമ്പൂർണ്ണ ആളത്വമുള്ള ഒരു മനുഷ്യരായി ഈ 3 പേരിൽ ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ വിടവ് ഏതാണ്ട് ബാക്കിയ ഒരവസ്ഥയിൽ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇങ്ങനെ രക്ഷപ്പെട്ട് മനോഹരമായ സുരക്ഷിതമായ ഒരു പ്രയോജന ദോഷവുമില്ലാത്ത ഒരു ഗുണദോഷവുമില്ലാത്ത ഒരു അനുഭവത്തിലൂടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ചേരണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ പള്ളി, സഭ കുടിവരവെന്ന് പറയുന്ന ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പള്ളി വേണ്ട എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ ഭാഗതേയം ഈസ് ഡേഞ്ചർ. പ്രിയ ദൈവമക്കളെ, അവന്റെ ഫൈനൽ അവസ്ഥ എന്ന് പറയുന്നത് അപകടകരമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 1-2 വാക്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിച്ചാൽ, 28-ാം വാക്യം വായിച്ചാൽ, 1 യോഹന്നാൻ 2:28, ഇനി കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷരാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവ് മടങ്ങി വരും. കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി മടങ്ങി വരും, തന്റെ മക്കൾക്ക് വേണ്ടി മടങ്ങി വരും, തന്റെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മടങ്ങി വരും, നമുക്ക് വേണ്ടി മടങ്ങി വരും. മടങ്ങി വന്ന് അവനും നാമുമായി സന്ധിക്കുമ്പോൾ നാണിച്ചു പോകാതിരിക്കുവാൻ, ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, തല താണു പോകാതിരിക്കുവാൻ, അവന്റെ മുമ്പിൽ നൂർന്നു നിൽപ്പാൻ കഴിയാതെ ഒരു ലജ്ജാകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കുവാൻ ദൈവാലയം എന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നമ്മുടെ ജീവിതത്തില്, ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. ആമേൻ. അതുകൊണ്ട് പറയുകയാണ്, ഇനി കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. കണ്ടോ, യേശു വരുമ്പോൾ, യേശു നമ്മളെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അവന്റെ മുമ്പിൽ ധൈര്യമുണ്ടാകണമെങ്കിൽ, അവനെ കാണുവാൻ കഴിയണമെങ്കിൽ, അവനെ നോക്കുവാൻ കഴിയണമെങ്കിൽ, അവനെ അഭിമുഖീകരിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾക്ക് എന്താവശ്യമാണ്? ദൈവാലയ ആത്മീയ ജീവിതം ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മള് മറന്നു പോകാതെ പരിഗണിക്കേണ്ട ഒന്നാണ് ദൈവാലയം, പള്ളി എന്നുള്ള കാര്യം കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വെക്കാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മനുഷ്യൻ ത്രിയേകനാണ്. മനുഷ്യന് ആത്മാവുണ്ട്, മനുഷ്യന് പ്രാണനുണ്ട്, മനുഷ്യന് ശരീരമുണ്ട്. ഇത് 3ഉം കൂടെ ഒരിക്കലായിട്ട് രക്ഷപ്പെട്ടുമായിരുന്നുവെങ്കിൽ ഒരു പള്ളി ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോന്നിനും അതിൻ്റെതായ ഒരു മുഖാന്തരമാണ് ദൈവം ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മൾ അറിയണം. വേദപുസ്തക വിശ്വാസപ്രകാരം നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നുവെങ്കിൽ, ദൈവാലയ ആത്മീയ ജീവിത പ്രകാരം നമ്മുടെ പ്രാണൻ രക്ഷപ്പെടുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ കർത്താവായ യേശുവിന്റെ വരവിൽ ഇത് രണ്ടുമായുള്ള ബന്ധത്തിൽ ഇത് രണ്ടും വസിക്കുന്ന, കുടികൊള്ളുന്ന കേന്ദ്രമായ അതിന്റെ പ്രൊട്ടക്ഷൻ പേഴ്സ് കവറായ ഈ ശരീരം രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് പൽക്കാലം ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇപ്പോൾ പേഴ്സ് ഉണ്ടോ? ഒന്ന് എടുത്ത് കാണിക്കുവേ. പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കാണിച്ചു. ബിസിയുടെ പോക്കറ്റിലുണ്ടെന്ന് ബിസി ഇങ്ങോട്ട് തന്നത്. പൈസയൊന്നും ഞാൻ എടുക്കത്തില്ല, തിരിച്ചു തരും.
നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ പേഴ്സ്. ഇതൊരു പേഴ്സാണ്. നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇറ്റ് ഈസ് എ മണി പേഴ്സ്. ഇത് പണമുള്ള പേഴ്സാണ് അല്ലേ ലിസി? ഇത് പണമുള്ള പേഴ്സാണ് അല്ലേ? പണം തീരുമ്പോൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ അത് ഇരിക്കാറുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് നമ്മൾ അറിയേണ്ടത് പണപ്പേഴ്സാണ്, മണി പേഴ്സാണ് എന്നുള്ള പേരിലാണ്. എന്നാൽ ഇന്ന് പിൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഉറപ്പിക്കട്ടെ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിനേക്കാൾ വലിയൊരു പേഴ്സ് ഉണ്ട്. ആ പേഴ്സ് ഏതാണ് നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമോ? ഇതിനേക്കാൾ വലിയൊരു പേഴ്സ് ഉണ്ട്. ആ പേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമോ? ആ പേഴ്സിനകത്താണ് മണി അല്ലേ? ആ പേഴ്സിന് അകത്താണ് മണി, പേഴ്സിന് പുറത്തല്ല മണി അല്ലേ? പേഴ്സിനകത്താണ് മണി. ഇന്ന് പിൽക്കാലം ഇതിനേക്കാൾ വലിയൊരു പേഴ്സ് ഉണ്ട്. ആ പേഴ്സാണ് ദിസ് ബോഡി. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശരീരത്തിനകത്താണ് ആത്മാവും ദേഹിയും, ആത്മാവും ജീവനും, ആത്മാവും ഹൃദയവും, ആത്മാവും പ്രാണനും, ആത്മാവും മനസ്സാക്ഷിയും, ആത്മാവും മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് എ ഗ്രേറ്റ് പേഴ്സ്. ഇത് ഒരു വലിയ പേഴ്സാണ്. ഈ പേഴ്സിനെ നിങ്ങൾ ദുരുപയോഗം ചെയ്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഓക്കെ.